അവരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കും. ഹിന്ദു മതത്തിൻ്റെ കടന്നുകയറ്റം അത് അത്യന്തം ഭീകരമാണ്. ഇപ്പോൾ മലയാള മനോരമ വിദ്യാരംഭം നടത്തുന്നു. വിദ്യാരംഭം ആരുടെയാണ്? വാസ്തവത്തിൽ സരസ്വതിയുടെ മുന്നിൽ വിജയദശമി ദിനത്തിൽ നടത്തുന്നതാണ് വിദ്യാരംഭം. അപ്പോൾ മനോരമയ്ക്ക് കൂടി വന്നാൽ ചെയ്യാവുന്നത് വിദ്യാരംഭത്തിൻ്റെ സമയത്ത് അവിടെ വയ്ക്കുന്ന നിലവിളക്കിൻ്റെ അറ്റത്ത് ഒരു കുരിശ് വയ്ക്കാം. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിലവിളക്കും കുരിശും തമ്മിലുള്ള യുദ്ധത്തിൽ അന്തിമ വിജയം നിലവിളക്കിനായിരിക്കുകയും ചെയ്യും. മാത്രമല്ല, വിദ്യാരംഭത്തിൻ്റെ ദിവസമാണ്, വിജയദശമി ദിവസമാണ് വിദ്യാരംഭം നടത്തുന്നത്. വേറൊരു ദിവസം മനോരമ നടത്തിട്ട് 10 പേരെ കിട്ടില്ല. ഇതും പള്ളിക്കാർ ട്രൈ ചെയ്ത് നോക്കി. അവർ ഇതൊരു നോവേനയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ എഴുത്തിനിരുത്തുക, അത് പ്രത്യേക ഒരു ചടങ്ങാക്കി മാറ്റി ഒക്കെ അത് പ്രചരിപ്പിക്കാൻ നോക്കി. ക്രിസ്ത്യാനികൾ പോലും വരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഹരിശ്രീ ഗണപതയേ നമ എന്ന് എഴുതുന്നതിന് പകരം തമ്പുരാൻ തുണയ്ക്ക എന്ന് എഴുതിയാണ് ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എവിടെ വെച്ച് അവർ ഈ തമ്പുരാനെ താഴെയിട്ട് ഗണപതിയെ എടുത്തു എന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെയും ചെയ്ത് നോക്കിയിരുന്നു. അവർക്ക് വലിയ പ്രയാസം. ഹിന്ദു നിശബ്ദമായിട്ട് യുദ്ധം ചെയ്യാതെ, അക്രമമില്ലാതെ, ഒന്നുമില്ലാതെ വളരെ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു കയറും.